appreciated him so very much when he was in the college. കോളേജിലായിരുന്നപ്പോൾ വളരെ നല്ല സ്റ്റുഡന്റും വ്യക്തിയുമായിരുന്നു. അനേക കാര്യങ്ങളിൽ അഭിനന്ദിക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. And then it was my privilege to come this side sometimes when it was the Kerala Gospel team with G.S. Nair and Brother Philip and Matai Verghese and one or two others when we traveled all over this country, our state. നമ്മുടെ മിനിസ്ട്രിയുടേതായ ആരംഭകാലത്ത് കേരള ബാപ്റ്റിസ്റ്റ് ഗോസ്ബൽ ടീം എന്നറിയപ്പെട്ട രീതിയിൽ അറിയപ്പെട്ട സമയത്ത് ജി എസ് സാറിനോടും ഫിലിപ്പ് സാറിനോടും മത്തായി സാറിനോടും ഒക്കെ ഒത്ത് അനേക കേരളത്തിന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ അവരോട് ഒന്നിച്ച് യാത്ര ചെയ്യുവാനും പ്രസംഗിക്കുവാനും എനിക്കിവിടെ ആയിട്ടുണ്ട്. The only thing that Brother Philip has changed is the color of his beard. It's getting whiter. ഫിലിപ്പ് സാറിന് ഞാൻ അന്ന് നോക്കുമ്പോൾ ഇപ്പോഴുള്ളതായിട്ട് വ്യത്യാസം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, താടി നരച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. Otherwise, his smile is the same, his eyes are the same, his voice is more or less the same, but that's the only part that's changed. തന്റെ ചിരി അതുപോലെ തന്നെയാണ്, തന്റെ നോട്ടവും സംസാരവും എല്ലാം അതുപോലെ തന്നെയാണ്. വേറെ മാറ്റങ്ങളൊന്നും എടുത്തു പറയാനായിട്ടില്ല. So I thank God for this privilege we have to be with you and with him tonight. ഇന്ന് ഈ രാത്രിയിൽ ഈ സഭയോടും സാറിനോടും ഒക്കെ ഈ ശുശ്രൂഷയിൽ മീറ്റിംഗിലായിരിക്കാനും എനിക്ക് അവസരം തന്നതിന് ഞാൻ നിങ്ങളോട് വളരെ നന്ദിയും സന്തോഷമുള്ളവനാണ്. As I was sitting here tonight, I was thinking about you. ഞാനിവിടെ ഇരുന്നപ്പോൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. And here is the thoughts that were going through my mind. എന്റെ മനസ്സിൽ കൂടെ പ്രകാരമുള്ള ചിന്ത കടന്നു പോവുകയുണ്ടായി. Here are some people who were loved by God from eternity past. കഴിഞ്ഞ നിത്യതയിൽ തന്നെ ദൈവം നമ്മെ സ്നേഹിക്കുകയുണ്ടായി. Jeremiah 31:3, I think it is, says, I have loved you with an everlasting love. യെരമ്യാ പ്രവചനം 33-ാം അധ്യായം അതിന്റെ 14 പ്രകാരമാണ് വായിക്കുന്നത്. നിത്യമായ സ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുകയുണ്ടായി. 31-ന്റെ 3-ാം വാക്യം. യെരമ്യാ പ്രവചനം 31-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തില് I was thinking, here are people God loved before the foundation of the world. ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം സ്നേഹിച്ചതായ ഒരു കൂട്ടം ആളുകളാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. Here we are sitting in this building tonight, but you are people who God loved before the creation of the whole cosmos, the whole creation. ഇവിടെ ഇന്ന് ഈ ബിൽഡിങ്ങിനകത്ത് ആരാധനാലയത്തിനകത്ത് നാം ഒരു കൂട്ടമായി കൂടിയിരിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തില് നാം ലോകസ്ഥാപനത്തിന് മുമ്പേ അല്ലെങ്കിൽ ഈ അഖിലാണ്ടത്തിന്റെ സൃഷ്ടിക്ക് മുമ്പേ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടതായ ജനമാണ്. The second thing I was thinking about you tonight was this. രണ്ടാമതായിട്ട് നിങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിച്ച കാര്യം ഇതാണ്. It's found in Ephesians chapter 1 verse 4. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ കാണുന്നതാണ്. There it says, He has chosen us in Christ before the foundation of the world. ക്രിസ്തുവില് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. So that teaches me that you as God's children, God thought of you, loved you, and chose you before He created this world. അതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവം ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ നമ്മെ കാണുകയും നമ്മെ സ്നേഹിക്കുകയും ചെയ്യുകയുണ്ടായി. And another thing I was thinking about you tonight. ഇന്ന് രാത്രിയിൽ നിങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിച്ച മറ്റൊരു കാര്യം ഇതാണ്. This is found in the Gospel of John chapter 17. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കാണാവുന്നതാണ്. That is, God gave you to Christ before the foundation of this world. ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ ദൈവം നമ്മെ കാണുകയുണ്ടായി. You were given, you as God's child tonight, were given to Christ, the Son, by the eternal Father. ഇന്ന് നിങ്ങൾ ദൈവമക്കളായിട്ട് ഇവിടെ ഇരിക്കുന്നു. എന്നാൽ ക്രിസ്തുവില് ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങളെ ദൈവമക്കളായിട്ട് അവൻ കാണുകയുണ്ടായി. How special you are tonight. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം നിങ്ങൾ എത്രയോ ശ്രേഷ്ഠതയേറിയവരാണ്. We want to just read, this is not our text, but I want to turn to a book of 1 Peter. ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന ഭാഗം ഇതല്ല, എന്നാലും 1 പത്രോസിൽ നിന്ന് ഒരു ഭാഗം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 1 Peter chapter 2. 1 പത്രോസ് 2-ാം അധ്യായം. And we'll read just verse 9 and 10. അതിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ വായിക്കാം. 1 Peter 2, 9 and 10. 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 9-ഉം 10-ഉം വാക്യങ്ങളെ പ്രകാരം വായിക്കാം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ
ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. Notice what he says about you tonight. നിങ്ങളെ കുറിച്ച് ഇന്ന് രാത്രിയിൽ എന്താണ് ഇവിടെ പറയുന്നത്? You're a chosen generation. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്. You're a royal priesthood or a priesthood of kings. നിങ്ങൾ ഒരു രാജകീയ പുരോഹിത വർഗമാണ്. You're a holy nation. നിങ്ങൾ വിശുദ്ധ വംശമാണ്. You're a purchased possession. സ്വന്തം വിലയ്ക്ക് വാങ്ങപ്പെട്ട സ്വന്തം ജനമാണ്.